ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം നമ്മളെ സഹായിച്ചു. കർത്താവിൻ്റെ ദയയിലും വിശ്വസ്തതയിലും നമ്മൾ ഓരോരുത്തരും നടത്തപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ ദൈവം കൃപ ചെയ്തു. നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ദയ ഒന്ന് മാത്രം കൊണ്ട്. ആ സർവശക്തനായ ദൈവം നമ്മളെ ഇന്നും കരം പിടിച്ച് നടത്തുവാൻ ശക്തൻ കൂടെയുണ്ട്. ആകയാൽ ശത്രുവിൻ്റെ സകല ബലത്തെയും അവൻ്റെ തന്ത്രങ്ങളെയും ഒക്കെ മനസ്സിലാക്കി നാം ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ ജനിച്ചവർ ക്രിസ്തുവിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല അന്ത്യം ക്രിസ്തുവിലൂടെ നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതിനിടയിലുള്ള ജീവിതം ശത്രുവുമായിട്ട് നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ ജയിപ്പാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 6-ാമത്തെ അധ്യായത്തിൻ്റെ 16-17 വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആലോചനയുണ്ട്. ഇന്നത്തെ ചിന്താവിഷയത്തിനായിട്ട് ആ തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. ദൈവനാമം മഹത്വപ്പെടേണ്ടതിനായിട്ട് നമുക്കത് വായിക്കാം. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ടും നിൽക്കുവിൻ. വിശ്വാസം എന്ന പരിച എന്നാകുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിശ്വാസമുള്ളവരായും ദൈവകൃപയുടെ മഹത്വത്തിനായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മാനസാന്തരപ്പെടുമ്പോൾ തന്നെ ദൈവം നമുക്ക് തന്ന അനേകം ആയുധങ്ങളിൽ ഒന്നാണല്ലോ വിശ്വാസം എന്ന പരിച എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിനൊരു പരിശീലനമുണ്ട്. ആ പരിശീലനം ഏതിനൊരു പരിശീലനമുണ്ടല്ലോ. പോലീസിൽ എടുക്കണമെങ്കിലും പട്ടാളത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഇതര ജോലികൾക്കെല്ലാത്തിനും ഒരു പരിശീലനമുണ്ട്. പരിശീലനം എപ്പോഴും മടുപ്പിക്കുന്ന അഭ്യാസമാണ്. അത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ പോലും ക്ഷീണിപ്പിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, എങ്കിലും വാളും പരിചയും താഴെ വയ്ക്കരുത്. എന്താ കാര്യം ചോദിച്ചാൽ, ആയുധങ്ങളെ താഴെ വെച്ചാൽ ശത്രുവിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും അശക്തരായി പോകും. അപ്പോൾ ശത്രുവിൻ്റെ തീയമ്പുകൾ നമ്മെ നശിപ്പിക്കുവാനും ഇടയാകും. അതുകൊണ്ടാണല്ലോ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പം നമ്മുടെ ഉറക്കം മൂലമോ അശ്രദ്ധ മൂലമോ പരിശീലനം കൊണ്ടുണ്ടായ ക്ഷീണം കൊണ്ടോ അഭിപ്രായ ഭിന്നതകൾ മൂലമോ നാം ഓരോരുത്തരും ശരിയായ നിലയിലല്ലാതെ വിശ്വാസത്തിൻ്റെ പരിചയം എടുത്തിട്ട് പ്രയോജനമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ദൈവാത്മാവ് മനസ്സിലാക്കി തരുന്നൊരു ആലോചന. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ പലതിലും ഏർപ്പെടുന്നവരാണ്. ചിലർക്ക് ഉറക്കക്കുറവുള്ളവരുണ്ട്, ചിലർക്ക് അശ്രദ്ധയുണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളായിരിക്കുമ്പോൾ കൂട്ടുവായി വിട്ട് ക്ഷീണത്തിൻ്റെ അവസ്ഥയിലിരുന്ന് നമ്മൾ ഈ പരിചയം എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ശത്രുവിൻ്റെ എല്ലാ തീയമ്പുകളെയും കെടുക്കുവാൻ കഴിവുള്ളതാണ് ഈ പരിചയം എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിച്ചത്. റോമൻ പട്ടാളക്കാർ ധരിച്ചിരുന്ന ഒരു പ്രത്യേക വസ്ത്രമുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ജലത്തിൽ, അതായത് വെള്ളത്തിൽ കുതിർത്ത തോൽപ്പരിചകളാണ്. വെള്ളത്തിൽ കുതിർത്തെടുക്കുക, തോല് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് അവർ പരിചകളായി ധരിക്കും, ശരീരത്തിൽ ധരിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ, ശത്രു അയക്കുന്ന തീയമ്പുകളുണ്ട്. ഇതിൽ ഈ തീയമ്പുകൾ ഈ നനഞ്ഞ അല്ലെങ്കിൽ ജലത്തിൽ കുതിർത്ത തോൽപ്പരിചകളാണല്ലോ അവർ ധരിച്ചിരിക്കുന്നത്, അതിൽ വന്ന് തറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ആ തീ അങ്ങ് കെട്ടുപോകും. അപ്പോൾ ശത്രുവിൻ്റെ എല്ലാ തീയമ്പുകളെയും നമ്മുടെ വിശ്വാസത്തെ ലക്ഷ്യം വെച്ചാണ് അയക്കപ്പെടുന്നതെന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു തീയമ്പുകളെയും
ചെറുത്ത് നിൽക്കുവാനുള്ള ദൈവകൃപയാണ് നമുക്ക് ദൈവം തരുന്നത്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ നിന്നും പത്രോസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിലാണ്. അതിൻ്റെ 31 മുതലുള്ള വാക്യത്തിൽ, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. 32-ാമത്തെ വാക്യം, ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പത്രോസ് മനസ്സിലാക്കിയ ഈ വലിയ സത്യം അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഒരു നിമിഷത്തേക്ക് തിരിഞ്ഞു പോകും, എങ്കിലും മടങ്ങി വന്ന് തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിച്ചു കൊള്ളുവാനാണ് പത്രോസിനോട് കർത്താവ് പറയുന്നത്. ഇനി പൗലോസിൻ്റെ ജീവിത യാത്രയിൽ തനിക്ക് ഉണ്ടായിരുന്ന ഒരു ആലോചന 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നദ്ധയിൽ ശക്തിയുള്ളവ തന്നെ എന്നാണ് നാം അവിടെ. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ, അനേക ആയുധങ്ങളിൽ ഒന്നാണ് പോരിൻ്റെ ആയുധങ്ങൾ, വെല്ലുവിളിക്കുന്ന ശക്തികളാണ്. ഇപ്പോൾ വിശ്വാസമെന്ന പരിച തീക്ക് വെള്ളം പോലെയാണ്. ഇത് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ വിശ്വാസ എന്ന പരിച നമ്മളെപ്പോഴും കയ്യിൽ ഏന്തിക്കൊണ്ടേയിരിക്കും. പ്രിയപ്രിയ, ദൈവസന്നദ്ധയിൽ നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. കണ്ണുനീരിൽ കുതിർന്ന വിശ്വാസത്തിൻ്റെ പരിച ഉണ്ടെങ്കിൽ, അതെ, ആ പടയാളികൾ വെള്ളത്തിൽ നനച്ച പരിച ധരിക്കുന്നത് പോലെ കണ്ണുനീരിൽ കുതിർന്ന വിശ്വാസത്തിൻ്റെ പരിചയമുണ്ടെങ്കിൽ ശത്രുവിൻ്റെ തീയമ്പുകൾ കെട്ടുപോകുക തന്നെ ചെയ്യും. ഇന്നലകളിൽ കണ്ണുനീരിന് വിടുതൽ കിട്ടിയെങ്കിൽ ഇന്നും വിടുതലുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യട്ടെ. വിശ്വാസത്തിൻ്റെ പരിച നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ സൂക്ഷിക്കുന്നു, പ്രത്യേകിച്ച് ഹൃദയത്തെ. വിജയം വിശ്വാസത്താൽ ലഭിക്കുന്നതുകൊണ്ട് ഈ വിജയത്തിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി വിജയശ്രീലാളിതനായി ഇതാ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അതേ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി അതേ താമസമില്ലാ വേഗം വരും. നാം ഓരോരുത്തരും അതിനുവേണ്ടി ഒരുങ്ങി കൃപയിൽ നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കോട്ടകളെ ഇടിക്കുക. അതേ, ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കേട്ട ആലോചന പോലെ നമ്മുടെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി വിശ്വാസത്താൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽ അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണം. വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് ദൈവകൃപയിൽ നിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.